ഹായ്. ഇന്നിതാര് കരിമീൻ കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂർ വന്നിട്ട് ആദ്യമായിട്ടാണ് കരിമീൻ കിട്ടുന്നത്. എന്നാൽ നമുക്കിന്ന് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് കരിമീൻ എങ്ങനെയാണ് ഞാൻ പൊരിക്കലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ചെറിയ വീഡിയോ, കുറേ നാളായാലും കാണാത്ത, അതുകൊണ്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് ഇഷ്ടം പോലെ കിട്ടും, പക്ഷേ ഇവിടെ കിട്ടാൻ ഭയങ്കര വിഷമമാണ്. ഈ 3 എണ്ണത്തിന് 350 ഉറുപ്പ്യ എന്നാണ് പറഞ്ഞത്. നാട്ടിൽ ചിലപ്പോൾ ഇത്ര വില ഉണ്ടാവില്ല. ഇത് ആടുന്ന ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേണ്ടേ ഇവിടെ കിട്ടാൻ. ഇവിടെ അയിലക്ക് തന്നെ വില കൂടുതലാണ്. അങ്ങ് ആടെ പണിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞേ 400 ഉറുപ്പ്യ അയിലക്ക് ഇവിടെ കിലോന് വില. നാട്ടിൽ ചിലപ്പോൾ 200 ഉറുപ്പ്യ ആയിരിക്കും ഉണ്ടാവില്ലേ. ഇതാ മീൻ മേടിക്കുന്നത് തന്നെ വാങ്ങിയതാണ്. ഇനി ഉപ്പൊന്നും ഇടേണ്ട, ഈ പൊടി മാത്രം ഇട്ടാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. മീൻ നമുക്ക് നോക്കി നോക്കാം, ഇതിട്ടിട്ട് ഉപ്പ് അതേപോലെ ഉണ്ടോ അല്ല ഇല്ലേന്ന്. മീനെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കാണാൻ നേരം. കുറേ നാളായി പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തൊരു ഇതായതുകൊണ്ടാണ് ഇടാഞ്ഞത്. ബാംഗ്ലൂർ എത്തിയ പിന്നെ ഇതുവരെ വീഡിയോ ഇട്ടിട്ടാന്ന് എനിക്ക് തോന്നുന്നത്. ബാംഗ്ലൂരില്ല, ട്രിവാൻഡ്രം ഉണ്ടാകുമ്പോൾ തന്നെ കുറേ നാളായിട്ട് ഇട്ടിട്ട് നമ്മള് കുറേ ആയിട, ഏകദേശം 1 കൊല്ലമായോ എന്ന് തന്നെയാണ് സംശയം. ഇപ്പം 1 കൊല്ലത്തിനെല്ലാം മുകളിൽ, 1 കൊല്ലത്തിന് മുകളിലായ. ഇതാണ് വീഡിയോ എടുക്കാൻ ആളില്ല, ഒന്നാമത്തെ കാര്യം. ഇറച്ചിയൊന്നും കളയില്ല. ഇത് ശരിക്കും വെളുപ്പിക്കണം. ഈ സാധനം, ഈ കറുത്ത സാധനം എല്ലാം പോണം. കരിമീൻ്റെ കറുപ്പായാൽ ഈ ഇത് ഇങ്ങനത്തെ കളർ വരണം. ഇത് കഴുകിയിട്ട് നമുക്ക് വെറും വെള്ള കളറ്. അങ്ങനെയാണ് കരിമീൻ വൃത്തിയാക്കല്. കരിമീൻ തിന്നുന്നതും കാലിനെ കാണുന്നതും ഒരുപോലെ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഇതുവരെ കേട്ടിട്ടും കൂടിയില്ല അത്. ഞാൻ ആദ്യമായിട്ട് പറയുന്ന കേട്ടത്. ഒരാൾ കസേര വെച്ചിട്ട് ആടി ഇരുന്ന് മെല്ലെ നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് എത്തി എത്തി നോക്കുന്നുണ്ട്. നീ എനക്കാണോ പഠിപ്പിക്കുന്നത്? ഞാൻ നാട്ടിൽ നിന്നെല്ലാം കുറെ ആക്കിന്. ആനെ അതെനക്കറിയാന്ന് ഞാൻ പറഞ്ഞു എന്നോട്. മറ്റേ ബാക്കി മസാല മാത്രം ചേർത്താൽ മതി. വേറെ കുരുമുളക് പൊടിയും വേറെ ഒന്നും ചേർക്കണ്ട. ഇത് ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. ഇനി നല്ല വാങ്ങിൽ കഴുകിയെടുത്താലേ ഇതിൻ്റെ ഒരു ആ കളറ് വരും. നല്ല വാങ്ങിൽ ഉപ്പെല്ലാം ഇട്ട് ഞാൻ കഴുകിയിട്ടാ. നല്ലോണം കഴുകണം. നേരത്തെ പോയിട്ട് മേടിച്ചിട്ട് വന്നു. കടലയും കരിമീനുമാ. ഇത് പൊരിക്കാൻ ഇനി ആദ്യം വരയിട്ട് കൊടുക്കാം അടുത്തടുത്ത്, നല്ല മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതിങ്ങോളം വരയിടണം, എന്നാലേ ഉള്ളിലേക്ക് ഇല്ല. ചെറുങ്ങനായാലും ഉള്ളിലേക്ക് മസാല കയറില്ല. അങ്ങനെ അടുത്തടുത്ത് വരയിട്ട് കൊടുക്കാം. 5 കൂട്ടത് മറ്റൊറ്റയ്ക്ക് പറഞ്ഞതില്ലേ. ഇനി നമുക്ക് ഇനി വേണ്ടുന്ന മസാല പേസ്റ്റ് ഇല്ലതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടുന്നത്. അതില്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് കൂട്ടിയാലും മതി. ഇനി കുരുമുളക് പൊടി, മഞ്ഞപ്പൊടിയെല്ലാം ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഇനി ഇതിൽ മസാല ഇടാം നമുക്ക്. ഇത് കുറച്ചിട്ട് ഇത് മൊത്തം ഇതാണ് ഈ കൊണ്ടുവന്ന മസാല. ഇതാ ഇതിലത്തെ മസാല. ഇത് എന്നാലും കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. അത് കളർ ഒട്ടും, കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. ഇനി കുറച്ച് കളർ കുറവാണ്. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അതിൽ മസാലയിൽ ഉപ്പുണ്ട് എന്നാണ് പറഞ്ഞത് ആ കൊണ്ടുവന്ന പൊടിയിൽ. ഇനി ചെറുനാരങ്ങ, ഇതിൻ്റെ കുരു കളയണേ. കുരു കളഞ്ഞിട്ടെങ്കിൽ അതൊരു കയ്പ്പ് രസം വരും. നല്ല നീരിലെ നാരങ്ങ.
ബാംഗ്ലൂർ പച്ചക്കറിയിൽ അടിപൊളിയാണ്. കുറച്ച് വിലയും കുറവാണ് നാട്ടിലെക്കാട്ടി. മീനും അരിക്കല്ലേ വില കൂടുതലില്ല, പച്ചക്കറിക്ക് വില കുറവ്. ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലതിന് സ്ഥലമില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മീൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല വാങ്ങലും മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരട്ടെ. ഇവന് വെളിച്ചെണ്ണയിൽ പൊരിക്കേണ്ട പറഞ്ഞിട്ട് ഇതാ ഒലിവ് ഓയിലിൽ പോലും പൊരിക്കേണ്ട. എന്നിട്ട് ഇതാ ഒലിവ് ഓയിലാണ് എടുത്തിട്ടില്ലേ. ഒലിവ് ഓയിൽ എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒലിവ് ഓയിൽ കൂട്ടി ഒരു സാധനം തിന്നില്ല. ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കറിവേപ്പില വെച്ച് കൊടുക്കാം കുറച്ച്. അതായത് വെള്ളം ഉണ്ടാകാൻ പൊട്ടിത്തെറിക്കുന്നു. മീൻ വെച്ച് കൊടുക്കാം. പാനിനെക്കാട്ടും വലിയ മീനാണ്. ഇനി ബാക്കിയുള്ള മസാല ഈ മീനിൻ്റെ മുകളിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. ശരിക്കും ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഈ മസാലക്ക് നല്ല ഉപ്പാണ്. അവർ പറഞ്ഞത് സത്യമാണ്. പിന്നെ പൊടിയിൽ നല്ല ഉപ്പിൻ്റെ പൊടിയാണ്. ഞാൻ നോക്കി ഇപ്പോൾ അപ്പൊക്കെ നല്ല ഉപ്പുണ്ട്. ഈ തീ കുറച്ച് സമയത്തേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. മീൻ വെന്ത് കിട്ടണ്ടേ. വലിയ മീനായതുകൊണ്ട് എന്നാലേ ഈ മീൻ വെന്ത് കിട്ടും. നമ്മളെ കരിമീൻ ഇതാ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. തിരിച്ചും മറിച്ചും കുറേയോട്ടിട്ട് 10-20 മിനിറ്റായി ഇത് തീമാച്ചിട്ട്. തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഗ്യാസ് ഓഫ് ആക്കിയിരുന്നു. നമ്മളെ കരിമീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനൊന്ന് നോക്കി പിന്നെ മസാല ഒന്ന്. ഇനി ഇത് കഴിച്ചു ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഒന്ന് പറയുക. ബായ്.